മലയാളം ഇൻഡസ്ട്രിയിലെ വിമൻ, അതായത് ആക്ട്രസസിന് വേണ്ടത്ര റെക്കഗ്നിഷൻ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അവർ വേറെ ലാംഗ്വേജസിൽ ആക്ട് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ഓർ ഫാൾസ്? മോണിറ്ററി വൈസ് ഇറ്റ്സ് ട്രൂ. അതർ ലാംഗ്വേജസ് ആണ് കൂടുതൽ നമുക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് തരുന്നത്. പക്ഷെ നമുക്ക് ഇൻഡസ്ട്രിയെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ്, വളരെ ചെറിയ ബഡ്ജറ്റിൽ നമ്മുടെ ഒരു കംപ്ലീറ്റ് മൂവിയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് തന്നെ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഡീസന്റ് പാർട്ട് ഓഫ് കോഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു മലയാളം ആക്ട്രസിൽ നിന്ന് ഒരു സൗത്ത് ഇന്ത്യൻ ആക്ട്രസായി മാറാനുള്ള ആഗ്രഹമാവാം അവരെ മറ്റു ലാംഗ്വേജസിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത്. സരിയുന് മറ്റു ലാംഗ്വേജസിലോട്ട് താല്പര്യം എത്രയുണ്ട്? എനിക്ക് അധികം താല്പര്യമില്ല. ഇല്ല. അത് ഭാഷയുടെ ലിമിറ്റേഷൻ കാരണമാണോ അതോ അതിൽ താല്പര്യമില്ല? ഭാഷയുടെ ലിമിറ്റേഷൻ അല്ല, ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ കൾച്ചർ ഉണ്ട്. ഇപ്പോൾ തെലുങ്ക് ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റോൾസ് അല്ലെങ്കിൽ സോങ് സീക്വൻസ് ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഐ എം കംഫർട്ടബിൾ ഇൻ മലയാളം. എനിക്കിവിടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ തമിഴിലൊരു മൂവി ചെയ്തിട്ടുണ്ട്, ഒരു സോങ് സീക്വൻസ് ഇപ്പോൾ ചെയ്തു. അപ്പോൾ അവിടെ എല്ലാം വളരെ പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ പോകുന്നവരാണ്. വരുന്നു, നമ്മുടെ ഷോട്ട് കഴിയുന്നു, കാരവാനിൽ പോകുന്നു, പേയ്മെന്റ് കാര്യങ്ങളെല്ലാം കൃത്യമായി സംസാരിക്കുന്നു, മാനേജ് ത്രൂ സംസാരിക്കുന്നു, നമ്മൾ നേരിട്ട് ഡീലിംഗ് ഒന്നുമില്ല, ഈ രീതിയിൽ പോകുന്നവരാണ്. അപ്പോൾ അതിനേക്കാളും ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇപ്പോൾ ഈ സോൾട്ട് മാംഗോ ട്രീയുടെ സെറ്റ് തന്നെ പറയുകയാണെങ്കിൽ വി ആർ ലൈക്ക് എ ഫാമിലി. അപ്പോൾ നമ്മളൊരു കുടുംബത്തിൽ ചേർന്ന് വർക്ക് ചെയ്യുന്നത് അതിന്റെ പാർട്ടായി നടന്നു പോകുന്ന ഒരു കാര്യമാണ്. ഭക്ഷണം കഴിക്കുന്നു, ഷെയർ ചെയ്യുന്നു, മെമ്മറീസ് ഷെയർ ചെയ്യുന്നു, പഴയ സിനിമാ കാര്യങ്ങൾ പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് ഞാൻ മലയാളം കൂടുതൽ പ്രിഫർ ചെയ്യുന്നു. സരയു മോഹൻ ഇപ്പം ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ 3-4 സിനിമകളുടെ പേര് പറയാം. ആൻഡ് യു ഹാവ് ടു ടെൽ മീ എന്താണ് മനസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിമിഷം അതിലുള്ളത് ഏതൊക്കെയാണെന്ന്. ഓക്കെ, കപ്പൽ മുതലാളി രമേശ് പിഷാരടി. നിദ്ര സിദ്ധാർത്ഥ് ഭാരതൻ. ഓക്കെ. 4 ഫ്രണ്ട്സ് വീര ജാസ്മിൻ. ഹസ്ബൻഡ്സ് ഇൻ ഗോവ, അത് എക്സ്പീരിയൻസ് ആയിരിക്കും. കംപ്ലീറ്റ് ഷൂട്ടിംഗ് പ്രോസസ്. അതിൽ ഏറ്റവും ഫൺ എക്സ്പീരിയൻസ് ഏതായിരുന്നു? എല്ലാ ഇൻസിഡൻസും ഫണ്ണാണ്. നമ്മൾ ആ ഗ്യാങ് തന്നെ ഗോവയിൽ ഒരു മാസത്തോളം ഒരുമിച്ചുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാലോ. ഫ്രം ദ ഡയറക്ടർ ടു എവറി ആക്ടർ. പിന്നെ ഒരു ഗോവൻ എക്സ്പീരിയൻസ് ദ ഹോൾ മൂവി. സരിയു ഒരു റൈറ്റർ ആണ് എങ്കിൽ വാട്ട് ഈസ് യുവർ സ്റ്റോറി? അതൊരു പാവം രാജകുമാരിയുടെ കഥയായിരിക്കും. രാജകുമാരി? ഏത് വീട്ടിലെ രാജകുമാരി? എനിവേർ നമുക്ക് നമ്മുടേതായ സാമ്രാജ്യം ഉണ്ടാക്കാമല്ലോ. ഓക്കെ. കഥയിൽ എന്തൊക്കെയുണ്ട്? എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്. ഞാൻ അധികവും വലിയൊരു ഭാവനയിൽ നിന്ന് എഴുതുന്ന ആളല്ല. ചുറ്റുമുള്ള കാര്യങ്ങൾ കണ്ടതെന്ന് ഓരോ കാര്യങ്ങൾ പിക്ക് ചെയ്ത് മിക്സ് ചെയ്ത് എഴുതുന്ന ഒരാളാണ്. വളരെ ഷോർട്ടായിട്ടുള്ള രീതിയിലാണ് എഴുതാറ്, സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതാറ്. അപ്പോൾ അതാണ് എൻ്റെ താല്പര്യം. അല്ലാതെ വലിയ ഒരു സാഹിത്യ സൃഷ്ടിയൊന്നുമല്ല എൻ്റെ എഴുത്തുകൾ. സരിയു ദി ആക്ടർ, സരിയു ദ റൈറ്റർ? സരിയു ദ റൈറ്റർ. ഒരു ആക്ടർ റോളിൽ സരിയുനെ കണ്ടിട്ട്, അതായത് ലീഡ് ആക്ടേഴ്സ് റോളിൽ കണ്ടിട്ട് കുറച്ച് നാളായി, എന്തുകൊണ്ട്? എന്നോടല്ല, ഡയറക്ടേഴ്സിനോട് ചോദിക്കേണ്ടി വരും. മനഃപൂർവ്വം മാറി നിന്നതല്ല. അല്ലല്ല, വരുന്ന ഓഫേഴ്സിൽ വെച്ച് എനിക്ക് സ്വീകരിക്കണം എന്നൊന്നും തോന്നിയില്ല. ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ ഐ എം എ ഗുഡ് ജഡ്ജ് ഓഫ് ദ സ്ക്രിപ്റ്റ്, ഐ എം നോട്ട് എ ഗുഡ് ജഡ്ജ് ഓഫ് ദ സ്ക്രിപ്റ്റ്, എന്താണ്, വാട്ട് ഈസ് യുവർ സ്റ്റാൻഡ്? ഐ എം എ ഗുഡ് ജഡ്ജ് ഓഫ് സ്ക്രിപ്റ്റ്. യു ആർ എ ഗുഡ് ജഡ്ജ് ഓഫ് ദ സ്ക്രിപ്റ്റിൽ. ഓക്കെ. അതിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന സ്ക്രിപ്റ്റുകൾ ഏതൊക്കെയാണ് that you have done? Everyone. ഞാൻ ചെയ്ത എല്ലാ മൂവി എനിക്ക് ഇഷ്ടം തന്നെയാണ്. ഒരു റിഗ്രറ്റ് ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. എന്നെ ആരും കമ്പൽ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതല്ല ഒരു മൂവി. ഞാൻ എൻ്റെ എല്ലാ ഫ്രം ദ ഫസ്റ്റ് വൺ ടു സോൾട്ട് മാംഗോ ട്രീ ഞാൻ തന്നെ കഥ കേട്ട് ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് നമ്മുടെ ലോകത്തുള്ള പച്ച എന്ന് പറയുന്നത് ഒരു വാട്സാപ്പ് ലോഗോയിൽ മാത്രം ഉൾപ്പെടുന്നതാണോ? ആണോ? അതാണ് എൻ്റെ പച്ചയിലൂടെയുള്ള ഒരു ചോദ്യം. പച്ച എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിലൂടെയുള്ള ചോദ്യം. ഒന്നല്ലെങ്കിൽ വാട്സാപ്പിലെ ഒരു പച്ച, അല്ലെങ്കിൽ ചാറ്റിലുള്ള ഒരു പച്ച, അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലിലെ പച്ച. അതെ, ഇതാണ് നമ്മുടെ പച്ച. അതല്ലാതെ കുറെ പച്ചകൾ കേരളത്തിലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഈ ഒരു സംശയം എനിക്ക് വന്നതോടുകൂടി ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പച്ച എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മിസ് ചെയ്യുന്ന പച്ചകൾ എന്തൊക്കെയാണ്? ഒരുപാടുണ്ട്. മഷിത്തണ്ട് അറിയോ? എന്താണ് മഷിത്തണ്ട്? ഇതിപ്പോ പലരോടും ചോദിച്ചാൽ അറിയില്ല. മഷിത്തണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ഒരു അനിയത്തിയോടൊക്കെ ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നും അറിയില്ല മഷിത്തണ്ട് എന്താണെന്ന്. ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് അറിയാം. ഞാൻ കുഞ്ഞിലെ കുറച്ചൊരു ഗ്രാമത്തിലാണ് താമസിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ചോറ്റാനിക്കരയിലാണ് ഞാൻ കുഞ്ഞിലെ താമസിച്ചത്. അപ്പൊ ഞാൻ ഈ മഷിത്തണ്ട്, മൈലാഞ്ചി ഇല, ഈവൻ പായലില്ലേ, അതെ, അരച്ചത് ഡിസൈൻ ഒന്നുമില്ല, ഇങ്ങനെ പൊത്തി 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 വെക്കുക, അങ്ങനെയൊക്കെ ഇടുക, ഒരു ഉണ്ട ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ഈവൻ എനിക്ക് മതിലിന്റെ പായല്, അതിലൊരു ചെറിയൊരു സാധനം ഉണ്ടാവും, അതിങ്ങനെ
രണ്ടറ്റം മുട്ടിച്ച് പൊട്ടിച്ച് കളിക്കും. ഒരു പുല്ല് പോലത്തെ ഒരു സാധനം, അതിന്റെ പേര് എനിക്കറിയില്ല. അങ്ങനെയുള്ള കുറേ കളികളും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ബാല്യത്തിൽ എന്ന് പറഞ്ഞാൽ. ഞാൻ പിന്നെ എറണാകുളത്തേക്ക് വന്നു, ഇതൊക്കെ മിസ്സായി. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊന്നും അറിയില്ല പല കാര്യങ്ങളും. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒന്നാമത് കുറച്ചൊരു ഇപ്പൊ നമ്മുടെ എല്ലാവരും പറയുകയാണെങ്കിൽ ഞാൻ ന്യൂ ജനറേഷൻ അല്ല, കുറച്ച് ഓൾഡാണ് കുറെ കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ കുറെ നോസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോൾ ഇത്തരം കുറെ പച്ചകൾ, മൈലാഞ്ചി, മഷിത്തണ്ട്, പായൽ, ഒരു പായൽ പിടിച്ച ഒരു മതിൽ കാണാൻ അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. അത് ഇപ്പോഴത്തെ പായലല്ല, ഒരു എന്താ പറയാ ക്ഷേത്രത്തിന്റെ മതിലാണെങ്കിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ കാണാനും ഇല്ല, ആർക്കും ഓർമ്മയില്ല, ശ്രദ്ധിക്കാൻ സമയവും ഇല്ല. പിന്നെ വാട്ടിയ ഇലയിൽ ഊണ് കഴിച്ചിട്ടുണ്ടോ? ഇല വാട്ടിയിട്ട് അതിനൊരു പ്രത്യേക മണവും രുചിയും ഒക്കെ ഉണ്ട്. ഇതൊന്നും ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലൊന്നുമില്ല. രുചി പ്രത്യേകമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ മറന്നുപോയി എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് എല്ലാവരും. ഈ ഓർമ്മകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചയത്? മൈലാഞ്ചി. മൈലാഞ്ചി. ആക്ച്വലി മൈലാഞ്ചിയുടെ ഏറ്റവും അടുത്തറിഞ്ഞ കഥ ഏതാണ്? മൈലാഞ്ചി ഇട്ടതിൽ അങ്ങനെയല്ല, മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ കുഞ്ഞില് താമസിച്ച വീട്ടിലൊരു മൈലാഞ്ചി ചെടി ഉണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ ഒരു ഓർമ്മയാണ്. ഒരു പ്രത്യേക മണം ഉണ്ടായ ഇലയ്ക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇടാനുള്ള കുഞ്ഞിലുള്ള തന്ത്രപ്പാടുകള്, ഡിസൈനിലൊക്കെ ഇടണം എന്നൊക്കെ വിചാരിക്കും, അവസാനം കയ്യിലും മുഖത്തും കയ്യിലും മുഖത്തും ഒക്കെ ആയി ഒരു ഡിസൈനും ഇല്ലാത്തൊരവസ്ഥ. പിന്നെ ഇത് പോയാൽ മതി എന്നുള്ളൊരു സങ്കടം. അങ്ങനെ പിന്നെ ഇത് മുടിയിൽ തേക്കാനുള്ളൊരു കഷ്ടപ്പാട്. പിന്നെ എണ്ണ കാച്ചുമ്പോൾ മൈലാഞ്ചിയുടെ അമ്മയൊക്കെ ഇടുമായിരുന്നു കുഞ്ഞിലെ. അങ്ങനെ ആ രീതിയിൽ പല രീതിയിലും ഓർമ്മകളുണ്ട് മൈലാഞ്ചി.